നിങ്ങൾ ഇതെങ്ങോട്ടമായി പാനിമുട്ടയായിട്ട് വെറുതെ എന്തിനാ ഗ്യാസ് ചെലവാക്കണം? നല്ല ചൂടുണ്ടല്ലേ, പൊട്ടിച്ചൊഴിക്കാം. ചെലജനി പത്രം വായിച്ച പണിക്ക് പോയ ആൾക്കാരൊക്കെ സൂര്യതാപേറ്റ് പൊള്ളലേറ്റെന്ന് എനിക്ക് പേടിയാവണ്. അയ്യോ, അതിന് നിങ്ങൾ എന്തിനു പേടിക്കണം? പണിക്ക് പോണവർക്കല്ലേ പൊള്ളലേക്കണം. ചെലവ് കൂടെ വായിച്ചില്ല, എന്നിട്ട് വായിച്ചിട്ട് വരാം. ഈ കൊടുംചൂടത്ത് കറണ്ട് കൂടെ പോയാൽ നല്ല രസമായിരിക്കും അല്ലേ? നീ എപ്പോഴും പോയി തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ച? ഒഴിച്ചതല്ല, വേർത്ത് കുളിച്ചതാണ്. അവന്റെ നാക്ക്. ഹലോ KCB മകളെ, ഇപ്പോഴൊന്നും കറണ്ട് വരില്ല, പരസ്പരം ഊതി ഊതിയിരിക്കും. ഞാനൊരു ഡയലോഗ് അതരാ, അതാക്കട അവനോട് വെക്കിച്ച്. ആനച്ചന്തത്തെക്കാൾ ചന്തമാണ് കുട്ടിക്ക്. അത് പൊളിച്ചിട്ടാ ഇത് ഞാൻ കാച്ചിട്ടാ വരാം. നിക്കോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ആനയുടെ ചന്തയുടെ ചന്തത്തെക്കാൾ ചന്താണ് കുട്ടിയുടെ ചന്ത. അച്ഛൻ വിളിക്കുന്നു. എടാ മോൻ വിളിക്കല്ലേ, എനിക്കൊരു വഴി. വണ്ടി അപ്പൊ 100 കയറേ. എന്തോടാ വണ്ടിക്കത്ത്? അയ്യോ സാറേ, ഞങ്ങളെ പിടിച്ചോളൂ അല്ലേ, ഞങ്ങൾക്ക് കഞ്ചാവ് എടുത്തോളേ. നിന്റെ കയ്യിൽ നിന്ന് നശിപ്പിക്കും. അച്ഛാ, ഞാനല്ല കൂട്ടുകാരന്മാരാ അച്ഛാ. അവരടങ്ങി തന്നെ മോനെ വിളിക്കാം, തെറ്റിദ്ധരിക്കൂടോ. അപ്പൊ അച്ഛന്റെ കൂട്ടുകാരന്മാർ ഇങ്ങനെയൊക്കെ തന്നല്ലേ. ഈ കൂടുതൽ സൂക്ഷിക്കണ്ട. ഓണം വരാറായി. ഈ ഓണത്തിനൊക്കെ നമ്മൾ ആരുമില്ലാതെ എന്തോ ചെയ്യോടാ ക്ലബിൽ? ഓണത്തിന് നമ്മൾ പിരിവ് നടത്തുന്നത് എത്ര രൂപയുടെ നമ്മൾ പിരിച്ചെടുത്തത്? 10-30,000 നമ്മൾ പിരിച്ചെടുത്ത് 20,000 രൂപ നമ്മളങ്ങ് അമിക്കിയത്, എന്നിട്ട് 10,000 നമ്മൾ അവിടെ കൊടുക്കുകയും ചെയ്തു. സർക്കസ് അങ്ങനെ പാവം, അവന്റെ ചിരി കണ്ടില്ലേ? എതിർക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഉർവശി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. താങ്കൾ ഈ കുട്ടിയുടെ അച്ഛനും. ഈ കുട്ടിയെ കെയർ ചെയ്യുന്നതും വളർത്തുന്നതും ഒക്കെ താങ്കളാണ്. അപ്പോൾ ഈ കുട്ടിക്ക് അമ്മയുമില്ല. അപ്പോൾ താങ്കളുടെ വാത്സല്യം കെയറും അതാണ് നമ്മൾക്ക് കാണേണ്ടത്. കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അത് ഓർമ്മ വേണം. ആ രീതിയിൽ ആക്ട് ചെയ്യുക. ഓക്കെ. മോളെ മോളെ അടങ്ങി നിൽക്ക്. മോളെ കുളിച്ചിട്ട് സ്കൂളിൽ പോകണ്ടേ? വേണ്ട. സ്കൂളിൽ പോയി പഠിച്ച് വലിയ കുട്ടിയാവണ്ടേ? വേണ്ട. കളക്ടർ ആവണ്ടേ? വേണ്ട. ഡോക്ടർ ആവണ്ടേ? വേണ്ട. അറ്റ്ലീസ്റ്റ് തൊഴിലുറപ്പിനെങ്കിലും പോകണ്ടേ? വേണ്ട. കുളിക്ക തുണിയൊക്കെ ഊരിക്കാൻ കുളിക്കണമെങ്കിൽ. ഇനി ഒന്നും ആലോചിക്കാൻ അല്ലേ, കണ്ണാടി കൊള്ളാലോ. അണ്ണ പാശ ഉണങ്ങ ചേച്ചി വിളി. ചേച്ചി എന്നിട്ട് ചേച്ചിയൊക്കെ ഒളിച്ചോടി പോയി. എന്റെ ആശാമ്ലയുടെ ദൈവങ്ങളെ, ഞാൻ ആരെ പൈപ്പിനകത്ത് പശോട്ടിച്ച് കേട്ടു. നിനക്കല്ലാതെ വേറെ ആർക്ക് ഞാൻ അടിച്ചു തരാൻ? എന്തോന്ന് പെട്രോള്? ഞാൻ തെറ്റിദ്ധരിച്ചു. നിന്നേക്ക് ഇത്ര നാൾ നോക്കിയോളില്ലേ? അവള് ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെന്ന്. ഞങ്ങളെ മാത്രമല്ലല്ലോ വാപ്പായെ. അവളിങ്ങ് വന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ പിന്നെ രാത്രി പോകാൻ പറ്റുമോ? വാപ്പാക്കും. പക്ഷെ സ്വാതന്ത്ര്യമോടെ നമ്മൾ എല്ലാവരെയും കൂടെ അല്ലേടാ. നമ്മൾ പാപ്പായ മക്കളെയും പോലെ ആയിരുന്നാ, സഹോദരങ്ങളെ പോലെ അല്ലേ? എന്നാ അളിയൻ പോയി ഒരു ചിപ്സ് ഇനി മേടിച്ചോണ്ടോ. ദാണ്ട ഇവന്റെ അടുത്ത് ഒരുമാതിരി തന്തയില്ലാത്തന്നെ പറയരുതെന്ന് പറയണം. 3 മാസം മുന്നേ അവൾ എന്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് പൈസ അയച്ചു. ഈ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. അതിന് നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് തിന്ന് കുടിച്ച് തീർത്ത്. നമ്മളല്ലേ, ഞാൻ പൈസ ഇല്ലല്ലോ, നമ്മളിനി എന്തോ ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മക്കളെ എന്തെങ്കിലും ഐഡിയ താടാ. എനിക്കൊരു ഐഡിയ വന്നു. കുറെ നാളായിട്ട് എന്റെ ഒരു ആഗ്രഹമാണ്, എനിക്കൊരു നല്ല ഫോണിൽ ഒരു ഫോൺ മേടിച്ചു തരൂ. ഉണ്ടാക്കിപ്പോയി. മഞ്ചേരിക്കാം. ഈ മഞ്ചേരി CH ജംഗ്ഷനിലെ നമ്മളെ കുറച്ച് പരിചയക്കാരുണ്ട്. അതിന് ഞാൻ എന്താ വേണ്ട? ജംഗ്ഷനിൽ 2 റൗണ്ട് ഓടണം. മോനെ കൊടുക്ക ബാഗൊക്കെ ഇട്ടിട്ട്. ഞാൻ സർക്കസിൽ പോവാ, വെള്ളിപ്പണ്ടാ. നാക്ക് മുറിക്കാനൊക്കെ വാപ്പാക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. നിങ്ങളും വാപ്പാക്ക് വിളിച്ചാ നിങ്ങള് വാപ്പാട് വാപ്പാക്ക് വിളിക്കും.
ഞാൻ ഇങ്ങനെ എടുത്ത് നടന്നിരുന്ന കുട്ടിയാ ആ മാവിന്റെ മുകളിലൊക്കെ വീണിട്ട് ചന്തി കുത്തി വീണ പാടൊക്കെ ഉണ്ടാ നോക്കട്ടെ ഞാൻ പോരാട്ടെ മക്കളെ പിള്ളേരെ ഒന്ന് കൊണ്ടോട്ടെ. എല്ലാരും എത്തിയില്ലേ? അതെ, എല്ലാരും ഇരുന്ന് പഠിച്ചോട്ടാ. ആ പാടി ശരിക്കുണ്ടോ? സാർ, നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ബൈജു എന്നാണ്. ബൈജു ഞാനേ സാർ, ഈ ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എടാ കാമടാ ശാന്തം. അങ്ങനെ സമാധാനമായി പൊക്കൊണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാർ, നിന്നെ വെച്ചാ ഞാൻ ആപ്പിലാവും. താൻ ബാക്കി തൊല്ലി. അങ്ങനെ നമ്മുടെ ബൈജുവിന്റെ അച്ഛൻ ജവാൻ അടിച്ചടിച്ച് വൃക്ക തകരാറിലാവുകയാണ് സാർ. അങ്ങനെ വൃക്ക കിട്ടാണ്ടായപ്പോ സ്വന്തം കാമുകി പോലും അറിയാതെ അവളുടെ വൃക്ക എടുത്ത് അവൻ അച്ഛന് കൊടുക്കുകയാണ് സാർ. ഇറങ്ങിപ്പോണം സാർ, ജനങ്ങൾ ബൈജുവിനെ ഏറ്റെടുക്കും, എടുത്തിട്ടടിക്കും. സാർ. ഇതെന്റെ ഡ്രീം പ്രൊജക്ട് ആണ് സാർ. എന്നാ നീ ഇത് ഉറങ്ങുമ്പോ കാണും. ശിഖലേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഐ ലവ് യു. ശരിക്കും ഇഷ്ടാ. ശിഖലേട്ടാ, എന്താന്നും പറയാത്തേ? കക്കൂസ് പോണോ? ഇതൊന്ന് ചൊറഞ്ഞോടാ ഒന്ന്. വല്ലപ്പോഴൊക്കെ കുളിക്കുക കേട്ടോ. കറക്റ്റ് സ്പോട്ടിലായിരിക്കും അല്ലേ? എന്താടാ ചൊറഞ്ഞു വരും. കള്ളക്കായ്വരുടെ മോനെ. തൊട്ടു പോകരുത് രാജേഷേട്ടനെ. ഞാൻ വിളിച്ചിട്ടേ രാജേഷേട്ടൻ വന്നു. പേടിക്കണ്ട നോക്കിയാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഒരു കുഴപ്പമില്ല. കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചോണ്ട് നിൽക്കാതെ പെണ്ണിനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്നോ. ഇത്തിരി വേദനെടുത്താലും സുഖപ്രസവമല്ലേ നല്ലത്? എന്നാ പിന്നെ ഉസ്താദ് പോയി പ്രസവിക്കും. മോനെ ദൈവം രക്ഷിച്ചു. ഓ അമ്മച്ചി, ശരിക്കും നോക്കിയേ, ഈ കാണാതായ ഇയാളെ അമ്മച്ചി കണ്ടിട്ടുണ്ടോ? മോന്റെ പേരെന്താ? എന്റെ പേര് സി ഐ പാർ. നല്ല മൊയിന്താന്നല്ല. അതൊക്കെ പഴിയടാ. കണ്ണിൽ എന്തോ ഇരുട്ട് കയറി. നീയൊക്കെ ഇത്ര വലിയ കള്ളനായിട്ട് എനിക്ക് പോലീസുകാരനെ പോലെ തോന്നുവാടാ. ഇതാരാ? പോലീസിനെ കണ്ടപ്പോ എല്ലാരും ചേതറി ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ പിടി കൊടുത്തു. ഓടിയോമാരൊന്നും പടം നാളത്തെ പത്രത്തിൽ വരില്ല. പക്ഷെ എന്റെയും പാപ്പന്റെയും പടം നാളെ പത്രത്തിൽ വരും. എങ്ങനെയുണ്ട് ഒരു ബുദ്ധി? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.